പി സി ചാക്കോ ഒരു വലിയ അഴിമതിക്കാരനാണ് എന്നാണ് ആറ്റുകൽ അജി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, NCPയുടെ ജില്ലാ പ്രസിഡന്റാണ് ആറ്റുകൽ അജി. എന്നാൽ ആറ്റുകൽ അജിയെ പുറത്താക്കിക്കൊണ്ട് പി സി ചാക്കോ ചില നടപടികൾ എടുത്തിരിക്കുകയാണ്. അജി പറഞ്ഞിരിക്കുന്നത് പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ NCPയിൽ ഒരു കലാപ സാഹചര്യം ഉണ്ടാക്കി അതിൽ നിന്ന് കുറേ പേരെ അടർത്തിയെടുത്ത് പുതിയ പാർട്ടി ഉണ്ടാക്കി UDFുമായി സഹകരിക്കാനാണ് പി സി ചാക്കോയുടെ ശ്രമമെന്നതാണ്. വാസ്തവത്തിൽ അതുതന്നെയാണ് ശ്രമം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് ആറ്റുകൽ അജിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ പി സി ചാക്കോ ഒരിക്കലും നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, മന്ത്രിസഭയിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി പിടിവാശി പിടിക്കുന്നതിനെ ശക്തമായി നെഞ്ചത്ത് കൊള്ളുന്ന വർത്തമാനം തനിക്ക് പറയാൻ അറിയാം, കുറിക്ക് കൊള്ളുന്ന മറുപടി തനിക്ക് പറയാൻ അറിയാം. പക്ഷേ മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞതിന് പ്രകാരമാണ് ഞങ്ങൾ മന്ത്രിസ്ഥാനത്ത് മാറ്റം വേണം എന്നത് പാർട്ടി തീരുമാനമാണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഇത്രയും തിടുക്കപ്പെട്ട് വേണോ അങ്ങനെ ഒരു മന്ത്രി മാറ്റം എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിന് അദ്ദേഹത്തിന് ഒരു അധികാരവുമില്ല എന്ന് പി സി ചാക്കോ തുറന്നടിച്ചിരിക്കുകയാണ്. സഹമന്ത്രിമാർ അല്ലെങ്കിൽ നിലവിൽ മുന്നണിയിലെ മറ്റ് സഹപാർട്ടികളിലെ മന്ത്രിമാർ, ഘടകകക്ഷികളുടെ മന്ത്രിമാരെ ആരൊക്കെ തീരുമാനിക്കണമെന്നത് ഘടകകക്ഷി നേതാക്കളാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. ആ കാര്യത്തിൽ പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ പിടിവാശി പിടിക്കുന്നതെന്ന ചോദ്യമായിരുന്നു കൃത്യമായും പി സി ചാക്കോ തുറന്നടിച്ചത്. NCP കേരളത്തിൽ ഇനി ഇടതുപക്ഷവുമായി സഹകരിച്ചു പോകാൻ കഴിയുന്നൊരവസ്ഥയിലേക്കല്ല. NCP തീർച്ചയായും അത് പരിശോധിച്ച് തന്നെ വരും എന്നാണ് പി സി ചാക്കോ പറയുന്നത്. നമുക്കറിയാം, പി സി ചാക്കോ മുൻ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൽ നിന്നുള്ള മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിനെ കോൺഗ്രസിൽ തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ വന്നിരുന്നു. 2009 തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ നിന്നാണ് പി സി ചാക്കോ വിജയിച്ചത്. അതിനുശേഷം 2014 ചാലക്കുടിയിൽ നിന്ന് പി സി ചാക്കോ മത്സരിച്ചെങ്കിലും ഇന്നസെന്റിനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. 13,800-ലധികം വോട്ടുകൾക്കാണ് അന്ന് പി സി ചാക്കോ പരാജിതനായത്. പകരമായി തൃശ്ശൂരിൽ KP ധനപാലിനെ ഇറക്കുകയും അവിടെ CN ജയദേവൻ 2014 38,227 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചാലക്കുടിയിലെ MP സ്ഥാനം കോൺഗ്രസിന് തന്നെയാണ്, ബെന്നി ബെഹനാനാണ്. എന്നാൽ തൃശ്ശൂർ കൈവിട്ടു പോയി, അത് സുരേഷ് ഗോപി നേടിയെടുത്തു. പക്ഷെ ഒരു കാര്യം കൃത്യമായി പി സി ചാക്കോ പറയുന്നു, ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് താൻ വരാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൻ്റെ മനസ്സിലുണ്ട്. അത് യഥാസമയം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ താൻ തയ്യാറാണ് എന്നാണ് കൃത്യമായും പി സി ചാക്കോ അറിയിച്ചിരിക്കുന്നത്. NCPയിൽ കുറെ പുഴുക്കുത്തുകളുണ്ട് എന്നും അവരെ മാറ്റേണ്ട അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും മാധ്യമങ്ങളോട് പി സി ചാക്കോ വ്യക്തമായി വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്.